കിട്ടി. രാവിലെ തന്നെയുള്ള മഴയെന്നാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള കാഴ്ചകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്ക്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴ ഉണ്ട്, എന്നാലും കുറയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തലേ ദിവസം തന്നെ നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു കവറിൽ ആക്കിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളക്കവറോടുകൂടെ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ലടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കവറിലാക്കിയത്. പിന്നെ നമുക്ക് മീനെ കിട്ടുമല്ലോ, മീനെ കിട്ടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് 2 കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ കവർ എടുത്തതിൽ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് വണ്ടിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ചൂണ്ടിടാനായിട്ട് അങ്ങോട്ട് കടലിൻ്റെ അവിടേക്ക് എത്തിയത്. പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് കുറേ നടക്കണം, അതൊക്കെ വഴിയെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അങ്ങനെ വാതിലൊക്കെ പൂട്ടിങ്ങായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്നും നിൽക്കണുണ്ടായിരുന്നു, നമ്മളവിടെ എത്തുമ്പോഴത്തേനും നിൽക്കും. ആ പ്രതീക്ഷയിലാണ് നമ്മൾ ഈ പോണത്. ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഴ അങ്ങോട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കടലിൽ ചൂണ്ടിടാൻ പോണത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹാർബറിലെ വിശേഷങ്ങളും ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹാർബറിൽ പോകാനായിട്ട് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ആ പ്ലാൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടപ്പുറം മഴ പിന്നെയും കൂടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ അവിടെ പോയിട്ട് തിരിച്ചു വരാം, അതായത് ഹാർബറിൽ പോയിട്ട് തിരിച്ചു വരാം, അപ്പോഴത്തേനും മഴ നിൽക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ വഴിയാണ് കേട്ടോ പോണത്. അപ്പോൾ ലൈറ്റ് ഹൗസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു മഴ പോലും ഇല്ല കേട്ടോ, മഴ മൊത്തം കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ നേരെ കടപ്പുറത്തേക്ക് വെച്ച് പിടിക്കുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ ലൈറ്റ് ഹൗസ്. ഇതിനകത്ത് കുറേ ഞാനിങ്ങനെ നാട്ടുമ്പുറത്തായ ഒരു കടപ്പുറത്തെ കാഴ്ചകളും അതുപോലെ ഇതുപോലെ വഞ്ചിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ പ്രവാസികൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. പിന്നില്ലേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ ഇടണേ. ജസ്റ്റ് ഒരു ഹാർട്ടായാലും ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, ഇപ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കടപ്പുറത്ത് പോകാൻ മീൻ പിടിക്കുക. എന്തായാലും നമ്മളിന്ന് ചൂണ്ടിടുമെന്നുള്ള പ്ലാനിൽ തന്നെയാണ്. നമ്മളിനിപ്പോൾ ഹാർബറിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മഴ പെയ്താലും റെയിൻ കോട്ട് ഇട്ടിട്ട് നമുക്ക് ചൂണ്ടിടാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കേ കുറച്ച് ആ കടപ്പുറത്തേക്ക് പോണ വഴികളൊക്കെ ഒന്ന് കാണാം കേട്ടോ. പിന്നെ രാവിലെ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അറിയാലോ, നമ്മൾ ഈ കടയിലെ ചായക്ക് കുറച്ച് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു സമാവർ ചായ നമ്മൾ വീട്ടിൽ എത്ര അടിച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ. വീട്ടിലെ ചായ കുടിക്കില്ല എന്നല്ല കേട്ടോ, അതും കുടിക്കും. പക്ഷേ ഈ കടയിലെ ചായ ഒന്നും കൂടി ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരു ചായക്കട ഉണ്ട്, പക്ഷെ അത് അടച്ചു പൂട്ടിയിട്ടേക്കാണ്. നമ്മൾ ഈ പോണേൻ്റെ ഇടയിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചായക്കടകളില്ലേ, അതിങ്ങനെ തപ്പണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അഴീക്കോട് ബീച്ച് എത്താനാവണേന് മുന്നേ ഇങ്ങനെ ഒരു ചായക്കട കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് വന്നിട്ടേ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് തിരിച്ച് തന്നെ പോകണം. കണ്ടില്ലേ, കറക്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് ആദ്യം റെയിൻ കോട്ട് വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ച്. റെയിൻ കോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ പിന്നെ എന്തായി, പ്ലാൻ മാറ്റിയിട്ട് നേരെ ജെട്ടിയിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. ഇപ്പോൾ ഇവിടെ നിന്ന് വണ്ടി വളച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ചായക്കടയില്ലേ, അവിടെ കയറിങ്ങായിട്ട് നല്ലൊരു ചായ കുടിക്കുക ആദ്യം തന്നെ. പിന്നീട് നമ്മൾ ഇവിടെ തന്നെ തിരിച്ചു വരും കേട്ടോ, ഹാർബറിൽ നിന്ന്. ഇവിടെ നിന്ന് തിരിച്ച് വന്നിട്ടാണ് പിന്നെ നമ്മൾ ചൂണ്ടിടാൻ പോണത്. എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ. ഈ രാവിലെ തന്നെ ചായക്കടയിൽ വന്നിട്ട് ഇങ്ങനെ ന്യൂസ് പേപ്പറും വായിച്ച് രാവിലേക്കലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ചേട്ടന്മാരില്ലേ, ആ ഒരു വൈബാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കണ്ണാടിക്കൂട്ടിൽ കുറേ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. നമ്മളെന്നുണ്ടെങ്കിൽ ഈ ഒരു ചക്കട അടയും അതുപോലെ തന്നെ പഴംപൊരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ ചൂട് ചായയും നമ്മളിങ്ങനെ ലേറ്റായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിൽ ഇറച്ചിക്കറി ഉമ്മിച്ച് വെച്ചതിരിക്കുന്നുണ്ട്. പിന്നെ പോണ വഴിക്ക് പത്തിരി മേടിക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളിതായി ഒരു ചായയും പഴംപൊരി അടയാണ് കഴിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് രാവിലെ വന്നിട്ട് ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഇത്. പക്ഷെ ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഈ ഒരു ഇതിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല ചൂടുള്ള ചായ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കുടിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോവാട്ടാ. മഴ ഒന്ന് തോരും, പിന്നെ അങ്ങോട്ട് പെയ്യും. ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് തോർന്നിട്ടുണ്ട്.
ഇനി നമ്മൾ വണ്ടിയിൽ കയറി കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴത്തേനും നല്ല രീതിയിൽ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ധൈര്യം ഉറപ്പിച്ച് മീൻ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും റെയിൻ കോട്ട് വാങ്ങാമെന്നുള്ളൊരു ഇത് ഉറപ്പിച്ചത്. പക്ഷെ പിന്നെ അങ്ങോട്ട് നമ്മൾ ഹാർബറിൽ നിന്ന് ഹാർബർ എത്തി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ മഴ പോയി വെയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റെയിൻ കോട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതാ നമ്മുടെ ഇവിടെ ജെട്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഐസ് ഫാക്ടറി. കുറേ മീൻ വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ബോട്ടിൽ നിന്ന് മീനിറക്കുക ലേലം വിളിക്കുക ഇതൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു നമ്മുടെ വിചാരം. കാരണം വെളുപ്പിന് തുടങ്ങുമല്ലോ. പക്ഷേ ഇന്ന് ചെന്നപ്പോൾ നമുക്ക് കാണാനുള്ള കാഴ്ച അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ കാണുന്നത്. ഇതിന്നല്ല ഒരുപാട് കാഴ്ചകളൊക്കെ ഞാൻ ഈ റാഷിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ആൾക്കാരെ കയറ്റാനായിട്ട് ബോട്ടാണോ ജങ്കാറാണോ എന്തോ പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. അത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളവിടെ എത്തിയ സമയത്ത് തന്നെയാണ് ഇതവിടെ വന്ന് നിന്നതും. അപ്പം അതും നമുക്കൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഹാർബറിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ടില്ലേ, ബോട്ട് വന്ന് കിടന്നിട്ട് അതിൽ നിന്ന് മീൻ വാരിയിട്ട് ഇടണം കേട്ടോ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഒരുപാട് മീൻ കച്ചവടക്കാരുണ്ടായിരുന്നു. കണ്ടില്ലേ, വണ്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലേലം വിളിച്ചിട്ട് മീനെടുത്ത് ഐസ് ഇട്ട് ഇങ്ങാട്ട് കൊണ്ടുപോകണ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റാം. ചാമ്പിക്കോട് 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 ഒന്ന് കണ്ടു കാറ്റോ പാലയുണ്ട് തുണ്ടം പോലെ വന്നിട്ട് വീട് തട്ടും. കുറേയൊക്കെ ഞാൻ ഇവിടുത്തെ വോയിസ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ചെമ്മീനാണ് കേട്ടോ ആ കിടന്ന് പെടയുന്നത്. നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെയുള്ള ആൾക്കാർ നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞ് നോക്കി നടന്നു വഴുക്കലുണ്ടെന്നുള്ളത്. പിന്നെ ഒരുപാട് അറ്റത്തേക്ക് അങ്ങോട്ട് റാഷിനെ വിടണുണ്ടായിരുന്നില്ല കേട്ടാ. ശരിക്കും പറഞ്ഞാൽ രാവിലെ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇതേമാതിരി വണ്ടിയും കൊണ്ട് ആൾക്കാർ വരും. അല്ലെങ്കിൽ മീൻ തട്ടിൽ പോയി നമ്മൾ മീൻ വാങ്ങുമ്പോഴൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അവിടേക്ക് എത്തുന്നത്. ഇത് മാത്രല്ല, കടലിൽ പോണതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ബോട്ടിൽ നിന്ന് മീൻ എടുത്തിട്ട് നല്ല ജീവനുള്ള മീനൊക്കെയാണ് കേട്ടോ. മീനെടുത്ത് നേരെ ബോക്സിലാക്കിയിട്ട് തൂക്കം നോക്കിയിട്ട് ഐസ് ഇടണ സംഭവമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇത് ഓരോ ആൾക്കാരായിട്ട് കൊണ്ടുപോകും. സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നീർക്കാക്കയാണ് കേട്ടാ ഇത്. ഒരു മീൻ കൊത്തിക്കൊണ്ടുപോകണതൊക്കെ കാണിച്ചു തരാട്ടാ. ഞാനിവിടെ സെക്യൂരിക്കാൻ വിട്ടുണ്ട്. ഞാൻ ഇവിടെ മീൻ കൂരല്ല. ഇവിടെ ആൾക്കാർക്ക് മീൻ അത് മാത്രമേ നമുക്ക് നല്ല ഫ്രഷ് ചെമ്മീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അതിൽ ചില ഇതിനൊക്കെ ജീവനും കണ്ടില്ലേ. ഓരോ ബോട്ടുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ ബോട്ടുകളായിട്ട് പോണുണ്ട്. മഴ വരുമ്പോ കേറി നിൽക്കണ നമ്മള് മഴയില്ല വെയിലും ഇല്ലാണ്ടാണ് ഇവര് പോണത്. നമ്മള് മീൻ കൊടുക്കണ്ടാണ് കൊക്ക് വരും. കൊക്ക് ചിന്നു എന്നാണ് പേര്. വെള്ളപ്പും ചിഞ്ചു എന്നും പറഞ്ഞായിട്ടും വരും. അതിന് വേണ്ട നമ്മ വിളിച്ചു കയറ്റി മീൻ കൊടുത്ത മീൻ ചിഞ്ചു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൊക്ക് വരും. അത് നമ്മൾ മീൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇഷ്ടമുള്ള മീനായിരിക്കണം, അല്ലെങ്കിൽ തിന്നൂല. ചിഞ്ചു എടുക്കും. എല്ലാരും പരിചയമുള്ള നോക്കണം. മേടിക്കണ്ടല്ലോ. ഇതിന്റെ ഇടയിൽ അവിടെ വരുന്ന ഒരു കൊക്കിന്റെ കഥയാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ആ പേര് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും പറന്ന് വരും. അതിന് ഇഷ്ടപ്പെട്ട മീനാണെങ്കിൽ അത് കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. അവിടെ ഉള്ള എല്ലാവരായിട്ടും കമ്പനിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് മൊത്തം പല വകയാണ് കേട്ടോ. ചെറിയ മീനുകൾ, ചെമ്മീനായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ നേരെ നമ്മുടെ ബീച്ചിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടെ നിന്ന് കുറെ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടാ. അങ്ങോട്ടേക്ക് വണ്ടി പോവൂല. ഇപ്പൊ ചീനവലൊക്കെ കണ്ടില്ലേ, ഇപ്പൊ താഴ്ത്തിട്ടേക്കണം. കുറച്ച് കഴിയുമ്പോൾ അത് പൊക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള മീനുകളൊക്കെ അവർ വാരിയെടുക്കും. പിന്നെയും താഴ്ത്തും, പിന്നെയും പൊക്കും. ആ ഒരു ഇതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇതിൽ നിന്ന് മീൻ വാരിയിട്ട് ആ മീനും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം.
ഇവിടുന്ന് ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഗേറ്റ് ഇവിടെ ഇങ്ങനെ ഇതാക്കിയിട്ടേക്കിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി പോവില്ല. പൊതുവേ അങ്ങോട്ടേക്ക് വണ്ടി കാറൊന്നും കടത്തി വിടില്ല, ബൈക്ക് മാത്രമാണ് പോണത്. കണ്ടില്ലേ, ഇവരിത് താഴ്ത്തും, കുറച്ച് കഴിയുമ്പോൾ ഇത് നേരെ പൊക്കും, എന്നിട്ട് അതിലുള്ള മീൻ വാരിങ്ങാനിട്ട് എടുക്കും, വീണ്ടും താഴ്ത്തും. വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ അറ്റത്തേക്കാണ് കേട്ടോ പോണത്. അവിടെ ചെന്നിട്ട് നമുക്ക് ചൂണ്ടിടാൻ പറ്റുക. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ആ പോണ വഴിയിൽ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. ഒന്നും കൂടെ നേരത്തെ ഇറങ്ങണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളൊരു ദിവസം കൂടെ ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കുക. നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ ഹാർബറിൽ നമ്മുടെ വൈപ്പിനിൽ പോകുന്നുണ്ട്, അപ്പോൾ അതും ഒന്നും കൂടെ വിശദമായിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ ഇതില്ലേ കോട്ടപ്പുറം ചന്ത, അതും രാവിലക്കലത്തെ ഇത് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞ പോലെ രാവിലെ ചന്തയിൽ പച്ചക്കറി സാധനങ്ങളൊക്കെ വന്നിങ്ങാനിട്ട് കൊണ്ടുപോയില്ലേ, അതും നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇടാട്ടാ. പിന്നെ ഈ നിരന്ന് നിൽക്കുന്നത് പരുന്തുകളാണ്. നാട്ടിൽ വന്നൊരു ദിവസം പോലും മുടങ്ങാണ്ട് വീഡിയോ ഇടുമെന്നൊക്കെ വിചാരിച്ചിരുന്നു നമ്മൾ. നാട്ടിൽ വന്നിട്ട് കുറച്ചധികം തിരക്കുകളിൽ പെട്ടിട്ട് 2 ദിവസമൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ശരിയാവും. നമ്മൾ വീഡിയോസ് എന്തായാലും ഇടും. പരമാവധി നാട്ടിലെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗുകൾ നമ്മൾ ഇടും. ഇപ്പോൾ കണ്ടില്ല, ഒരു പൊക്കിങ് ആയിട്ട് ഇതിനകത്തുനിന്ന് ഇതുപോലെ കിട്ടിയ മീൻ വാരി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും താഴ്ത്താണ് ചെയ്യുന്നത്. എടുത്തോ, നടക്കുള്ളൂ. ചെമ്മീനാണ്. ചെമ്മീൻ ചൂണ്ടിടാൻ കുറച്ച് അങ്ങോട്ട് പോകണല്ലോ, അല്ലെ പടിഞ്ഞാറ് വയറിലാണ് വന്നിട്ട്. പോട്ടില്ല പോട്ടില്ല, ശരി. ഈ വഞ്ചിയിലൊക്കെ ഈ മീൻ പിടിച്ചോണ്ടിരിക്കാണ് കേട്ടോ കാണുന്നത്. പിന്നെ ആ ചേട്ടൻ നമുക്ക് മീൻ കാണിച്ചു തന്നതിൻ്റെ ഇടയിൽ ഒരു ചെമ്മീൻ ചാടിപ്പോയിട്ടാ. പിന്നെ അത് നിലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, അതിനെ കിട്ടി. പിന്നെ ഇത് കണ്ടില്ലേ, ആ വലയുടെ ഉള്ളിൽ നിന്ന് വല നേരാക്കണം കേട്ടോ, വെള്ളത്തിൽ കിടന്നിട്ട്. നേരാക്കണം തോന്നണു, അതോ മീൻ ഇങ്ങനെ ഇതാക്കി എടുക്കണതാണോ എന്നും അറിയില്ല. സംഭവം അതിരാവിലെ ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടാ. എടാ ആളുടെ കൂന്തളല്ലേ? കൂന്തലാണ് അല്ല, പെടക്കിനുണ്ടാ തെരഞ്ഞാണ് തെരഞ്ഞി. അങ്ങനെ ഞങ്ങളിത് അവിടെ അറ്റത്തേക്ക് നടന്നെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ വലിയൊരു പാറക്കല്ലുണ്ട്, ഇത് കടന്നപ്പുറത്തേക്ക് പോയിട്ട് ഇച്ചിരി കൂടെ അങ്ങോട്ട് നടന്നിട്ട് നമുക്ക് ചൂണ്ടിട്ട് തുടങ്ങാം കേട്ടോ. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ വെളുപ്പിന് വന്ന് നിൽക്കണതാണ് കേട്ടോ ചൂണ്ടിടാനായിട്ട്. റാശി കയറി അപ്പുറത്തേക്ക് കടന്നതിന് ശേഷമാണ് ഫോണൊക്കെ ഓഫ് ചെയ്തതൊക്കെ റാഷിയിൽ കൊടുത്തിട്ട് പിന്നെ ഞാൻ അപ്പുറത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇതുമെന്നൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കും.
ഇപ്പം ധാരാശിയുടെ ചൂണ്ടൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കണം കേട്ടോ. ഇത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. അത് മാത്രമല്ല കടലിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ചൂണ്ടയിടാൻ പോണതും. അധികം നേരമൊന്നും നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 1/4 മണിക്കൂർ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അടിയിൽ ആ കവറിൽ കിടക്കുന്നത് ചെമ്മീനാണ്. പിന്നെ നമ്മൾ കിട്ടണ മീനിടാൻ വേണ്ടിയിട്ട് കവറൊക്കെ വലിയ കാര്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കൊണ്ടുവരാൻ മറന്നു. അത് കാറിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ഇതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ നിന്ന് ചൂണ്ടിട്ടിരുന്ന ഒരു ചേട്ടനിക്ക് വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ. നമ്മുടെ ഇവിടെ പല്ലിക്കോരാന്ന് കേട്ടാ മീനെ പറയാ. ഇതിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം വലിയ മീൻ തന്നെയായിരുന്നു കേട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൂരിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴക്കാറും തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇതിനകത്ത് ഡോൾഫിൻ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് വഴിയേ കാണാം. ശരിക്കും ഈ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോണത് കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയാവുന്നുണ്ട് കേട്ടാ. കാറ്റും മഴയും വെയിലും ഇതൊന്നും ഇല്ലാണ്ടല്ലേ അവർ പോണത്. അപ്പം നമ്മളിത് ആ ചെമ്മീനൊക്കെ കൊളുത്തുമ്പോൾ കോർത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ തലേ ദിവസം രാത്രി തന്നെ പോയിട്ട് കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെമ്മീനാണ് കേട്ടോ നമ്മൾ ഇരട്ട് കൊടുക്കുന്നത്. ആദ്യം ഇട്ട ചെമ്മീനൊക്കെ തീർന്ന് രണ്ടാമത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ നിൽക്കുന്ന ചേട്ടനാണ് നേരത്തെ ആ വലിയ മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ കാണിക്കുന്നില്ല, ആ ഏരോ ഇട്ടിട്ട് അവിടേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടാ. ഡോൾഫിൻ ഇങ്ങനെ ചാടുന്നതിന് ഇങ്ങനെ മറീനാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ അത് ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ക്യാമറ ഓഫ് ആക്കുമ്പോൾ നല്ല രീതിയിൽ ചാടുന്നത് കാണാം. അപ്പത്തിന് നമ്മൾ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേന് പോയിട്ടുണ്ടാവും. പക്ഷെ കുറച്ചൊക്കെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇടയിൽ 2 ചൂണ്ടയും കൂടെ ഒന്ന് കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ശരിയാക്കി. പിന്നെ ഇതിവിടെ കണ്ടില്ലേ, ഈ ഭാഗത്തും ഒരെണ്ണമൊന്നല്ല കേട്ടോ, കുറേ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ ചാടുന്നത്. ഒന്ന് ആ ഏരോടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് നന്നായിട്ട് മഴക്കാറ് വന്നു. അപ്പം ഇപ്പം മഴ പെയ്യുമെന്ന് വിചാരിച്ച് അപ്പം തന്നെ നല്ല വെയിലും വന്നിട്ടാ. പിന്നെ നമ്മളവിടെ അധികം നിന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്നറിയോ, അത്യാവശ്യം ഒരു വലിയ മീൻ തന്നെയാണ് കേട്ടോ കൊളുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് മാക്സിമം വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടിച്ച് പോയിട്ടാ. കല്ലിൻ്റെ ഇടയിൽ കൂടെയും ഒക്കെ ആയപ്പോൾ ആ ടാങ്കീസ് പൊട്ടിച്ചത് പോയി. ക്യാമറ ഓണാണ്. കുടുങ്ങിയ അയ്യോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വലിയ മീൻ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അത് പൊട്ടിപ്പോയപ്പോൾ ചെറുതായിട്ട് വിഷമായി. അത് കിട്ടിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പക്ഷെ അത് പോയെങ്കിൽ കൂടി നമുക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വേറെ മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ കിട്ടി കിട്ടിയാ കിട്ടി 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 ഇതെന്ത് മീനാ? ഷോർട്സ് എടുക്ക. എനിക്ക് വേടിനെ പിടിച്ചതാ. എനിക്ക് വേടിനെ ഞാട്ടോക്കട്ടെ. കൊത്തൂലല്ല. കേറുമീനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മീന് ഏരി എന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ. കല്ലേരിയ കിട്ടിയപ്പോൾ നമുക്ക് എന്ത് മീനാണെന്ന് അറിയില്ല. നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടനാണ് കേട്ടോ പറഞ്ഞ ഏരിയാണെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടനാണ് കേട്ടോ നമുക്ക് കവർ തന്നിട്ടുണ്ടായിരുന്നത്. ഈ മുകളിലൂടെ പറക്കുന്നത് മൊത്തം പരുന്താണ്. അയൊരെണ്ണത്തിനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചൂണ്ടടാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ സമയത്ത് നമ്മൾ ബാക്കിയുള്ള ചെമ്മീൻ ആ ചേട്ടന് കൊടുത്തു. പിന്നെ നമ്മളത് അവിടെ കൊണ്ടുവച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഏത് ദിവസം ഇറങ്ങാമെന്നറിയില്ലല്ലോ. പിന്നെ നമ്മൾ ഇത് ഫ്രീസറിലല്ല വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്രയും നേരം പുറത്തിരുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും അതിന് ഫ്രീസറിൽ കയറ്റി കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ചേട്ടൻ എന്തായാലും ഇപ്പോഴൊന്നും പോകണില്ല. അപ്പോൾ ആ ചേട്ടൻ അത് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ മീനും എടുത്തിട്ട് തിരിച്ചു പോവാണ്. മീനെ കവറിലിടാനായിട്ട് എന്നോട് പറഞ്ഞെങ്കിൽ കൂടി എനിക്ക് പേടിന് ഞാൻ ഇടൂല എന്ന് പറഞ്ഞ്. പിന്നെ എനിക്കൊരു പൂതി കയറി ഒന്ന് ഇട്ട് നോക്കിയാലോ എന്നുള്ളത്. അതിസാഹസികമായിട്ട് ഞാൻ അതിനെ കവറിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം നമ്മളോടല്ല കളി. ശരിക്കും പറഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളികളെ സമ്മതിക്കണം കേട്ടോ. എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ ഇവർ ഈ തിരമാലകളുടെ ഇടയിൽ കൂടെയൊക്കെ പോണത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയമാണ്. നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തും തട്ടുകളിലൊക്കെ ഈ മീൻ എത്തുന്നത് ഇവരുടെ ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ്. നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൂണ്ടട കൊളുത്തുമ്പോൾ കുറച്ചും കൂടെ ചെമ്മീൻ ഇരിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ അതും കൂടെ ഒന്ന് തീർത്തേക്കാന്ന് വിചാരിച്ച് ഒരിടയിൽ തന്നെ അതവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. കൊത്തനുണ്ട് മീന്. പക്ഷെ നമ്മൾ ഒരുപാട് നേരം നിന്നിട്ടില്ലായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ആദ്യം മഴക്കാറുണ്ടായിരുന്നു, പിന്നെ വെയിൽ വന്നു. ഇപ്പം കണ്ടില്ലേ ഇടിച്ച് കൊത്തിയുള്ള മഴക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. വെറുതെ ഇനി മഴ കൊണ്ട് കുറച്ച് ദിവസത്തിന് വന്നിട്ട് പനി പിടിച്ച് കിടക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ വേഗം വണ്ടിയുടെ അടുത്തേക്ക് പോയി. കൈ തുടക്കണ കാണുമ്പോൾ നമ്മളെ മീൻ എവിടെയെന്ന് വിചാരിക്കും. മീൻ അടിയിൽ കിടക്കണുണ്ട് കേട്ടോ. ചത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൈ ആ തുണി സഞ്ചിയാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് തുടച്ചതാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ മീൻ ഇന്ന് തന്നെ പൊരിച്ച് തിന്നും. അത് നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്ക് പോണ വഴിക്ക് പത്തിരി മേടിക്കണം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇറച്ചിക്കറി ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി രാവിലേക്കലത്തെ ഫുഡ് കഴിക്കുക. കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങുക. കാരണം നേരത്തെ എണീറ്റ് പോകുന്നതല്ലേ. നല്ല ഫ്രഷ് കക്കറിച്ചൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ മീനുള്ളത് കൊണ്ട് തന്നെ നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഇങ്ങനത്തെ മീനും കക്കറിച്ചി കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അങ്ങനെ ദാ ഇവിടെ ഈ ഒരു പത്തിരി കടയിൽ നിന്ന് നമ്മൾ പത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പത്തിരിയും മേടിച്ച് പിന്നെ ഒരു കടയിൽ നിന്ന് നമ്മൾ നല്ല മിൽക്ക് ഷേക്കും കുടിച്ചും കഴിഞ്ഞിട്ട് ഒരു പച്ചലേസും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.